പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ വ്യാകരണ വിഭാഗക്ക് കാരക് പഠിപ്പിക്കാൻ പോകുന്നത്. മലയാളത്തിൽ അതിന് വിഭക്തി പ്രത്യയങ്ങളെന്ന് പറയും. കാരക് നേ കോസെ കാ കേക്കി മേമ്പർ കേലിയെ ഇവയാണ് കാരകങ്ങൾ. കാരക് കിസെ കഹത്തെ ഹെ, എന്താണ് കാരകം? संज्ञा या सर्वनाम के जिस रूप से उसका संबंध वाक्य के दूसरे शब्दों के साथ प्रकट होता है उसे कारक कहते हैं. ഒരു വാക്യത്തിൽ സംഖ്യയുടെ സർവനാമത്തിനോ മറ്റു വാക്കുകളുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണ് കാരകങ്ങൾ. ഇംഗ്ലീഷിൽ ഇതിന് പ്രിപ്പോസിഷൻ എന്നാണ് പറയുന്നത്. ഹിന്ദി में कारक 8 प्रकार के होते हैं. राम साम मारता है. ഇവിടെ രാം സാം മാർത്ത ഹേ എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവില്ല. രാമനാണോ കൊല്ലുന്നത് പാമ്പാണോ കൊല്ലുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. രാം സാം കോ മാർത്ത ഹേ, രാമൻ പാമ്പിനെ കൊല്ലുന്നു. സാമ്പ് കോ, സാമ്പിലൂടെ കോ ചേർത്തപ്പോൾ ആ വാക്യം കംപ്ലീറ്റ് ആയി. ആ വാക്യത്തിലെ ആശയം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രിപ്പോസിഷൻ ചേർക്കണം. പ്രിപ്പോസിഷൻ മാറുന്നതനുസരിച്ച് കാരകങ്ങളുടെ അർത്ഥവും അത് പ്രയോഗിക്കേണ്ട രീതിയും ഏതൊക്കെയാണ് എന്നുമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കാരകം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. संज्ञा सर्वनाम के जिस रूप से उसका संबंध वाक्य के दूसरे शब्दों के साथ प्रकट होता है उसे कारक कहते हैं. कारक के 8 भेद होते हैं. कर्ता कारक, कर्म कारक, करण कारक, संप्रदान कारक, अपादान कारक, संबंध कारक, अधिकरण कारक और संबोधन कारक. कर्ता कारक की विभक्ति ने है. इसका कोई अर्थ नहीं है. കർത്താവിലൂടെ നേപ്രത്യം ചേർത്തതുകൊണ്ട് വാക്യത്തിന് യാതൊരുവിധ അർത്ഥവ്യത്യാസവും വരുന്നില്ല. കർമ്മകാരയ്ക്ക് വിഭക്തി ഹെ കോ, കരൺകാരയ്ക്ക് വിഭക്തി ഹെ സേ, संप्रदानकार्यकी विभक्ति है को और के लिए, अपादानकार्यकी विभक्ति है से, संबंधकार्यकी विभक्ति है का, के, की, अधिकरण कार्य है में और पर, और संबोधन कार्य है अरे, अരി, ജി, ഹേ എന്നൊക്കെ പറയുന്നത് സംബോധന കാരകമാണ്. കർത്താകാരക്, കർത്താകാരയ്ക്ക് വിഭക്തി ने है. हम पढ़ चुके हैं ने जोड़ने से वाक्य में कोई अर्थ परिवर्तन नहीं होता है. ने कर्ता के साथ जोड़ने वाला है. संज्ञा या सर्वनाम के जिस रूप से क्रिया के करने वाले का बोध होता है उसे कर्ता कार्य कहते हैं. राम ने 2 फल खाए. ഇവിടെ ആരാണ് പഴം തിന്നത്? രാമൻ. രാംനെ. അപ്പോൾ ക്രിയ ചെയ്ത ആരാണ്? രാംനെ. അപ്പോൾ രാംനെ എന്നതാണ് കർത്താ കാരക്. നേ പ്രത്യയം ഭൂതകാലത്തിൽ മാത്രമേ ചേർക്കുള്ളൂ. ഭൂതകാലത്തിൽ ആദ്യത്തെ 4 വിഭാഗം, സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ और സന്ദിഗ്ധ ഭൂതകാൽ, ഈ 4 കാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ മാത്രമാണ് നേപ്രത്യം ചേർക്കുള്ളൂ. ക്രിയ സകർമ്മകമാണോ എന്നറിയാൻ എന്താണ് ഒരു എളുപ്പമാർഗം? ഒരു വാക്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്യത്തിനോട് ആരെ അല്ലെങ്കിൽ എന്തിനോട് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ആ വാക്യത്തിന് അതിൻ്റെ ഉത്തരമുണ്ടെങ്കിൽ അത് സകർമ്മക ക്രിയയാണ്. മേനെ ഖത്ത് ലിഖ, ഞാൻ കത്തെഴുതി. എന്തെഴുതി? ഖത്ത്. അവിടെ ഒരു ഉത്തരമുണ്ട്, അതുകൊണ്ട് അവിടെ മേനെ ചേർത്തു. അത് സകർമ്മക ക്രിയയാണ്. ആ എഴുതുക എന്ന ക്രിയ, എന്തെഴുതി? കത്തെഴുതി. അത് സകർമ്മക ക്രിയയാണ്. അതുകൊണ്ട് നേപ്രത്യയം നമ്മൾ ചേർക്കുന്നു. നേപ്രത്യയം ചേർക്കുമ്പോൾ കർത്താവിൻ്റെ ലിംഗവചനം അല്ല നോക്കുന്നത്, കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറുന്നു. മേനെ ഖത്ത് ലിഖ, ഇവിടെ മേം സ്ത്രീയാണ്, പക്ഷെ മേനെ ഖത്ത് ലിഖ എന്നാണ് പറഞ്ഞത്. കാരണം ഖത്ത് ശബ്ദ പുല്ലിംഗ ഹെ. മേനെ ഖത്ത് ലിഖ. രാംനെ 2 ഫൽ ഖായേ, രാമൻ 2 പഴം തിന്നു. ഇവിടെ 2 പഴം, എന്ത് തിന്നു? 2 പഴം. ആരും അല്ലെങ്കിൽ എന്തിനെയാണ് തിന്നത്? 2 പഴത്തിനെയാണ് തിന്നത്. 2 പഴമാണ് തിന്നത്. അപ്പോൾ 2 പഴം എന്നത് പുല്ലിംഗം ബഹുവചനമാണ്. അതുകൊണ്ട് രാമനെ 2 ഫൽ ഖായേ. രാമനെ ചിട്ടി ലിഖി, രാമൻ കത്ത് എഴുതി. ഇവിടെ രാമൻ പുല്ലിംഗാണ്, പക്ഷേ ലിഖി എന്ന സ്ത്രീലിംഗ വചന ക്രിയയാണ് ചേർത്തിരിക്കുന്നത്. കാരണം ചിട്ടി ശബ്ദ സ്ത്രീലിംഗ. രാമൻ എന്തെഴുതി? ചിട്ടി ലിഖി, കത്താണ് എഴുതിയത്.
അതുകൊണ്ട് ചിട്ടി സ്ത്രീലിംഗമായതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ രാമൻ്റെ കൂടെ നേപ്രത്യം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിനനുസരിച്ച് ക്രിയ വരുന്നു. രാമനെ ചിട്ടി ലിഖി. ദൂസര കർമ്മകാരൻ. കർമ്മകാരയ്ക്ക് വിഭക്തി ഹേ കോ. ഇംഗ്ലീഷ് അതിന് ടു എന്ന അർത്ഥം വരും. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുന്നതാണ് കർമ്മം. ജിസ് വസ്തു पर क्रिया के व्यापार का फल पड़ता है उसे कर्म कार्य कहते हैं. राम ने रावण को मारा. ഇവിടെ ക്രിയ ഏതാണ്? മാര, കൊന്നു. അതിൻ്റെ ഫലം അനുഭവിച്ചത് ആരാണ്? രാവൺ കോ മാര. അവിടെ മാരണ എന്ന ക്രിയയുടെ ഫലം അനുഭവിച്ചത് രാവണനാണ്. അതുകൊണ്ട് കോ മാര. രാവൺ കോ എന്നത് കർമ്മകാരക് ആണ്. അധ്യാപിക ബച്ചോ കോ പഠാത്തി ഹേ. അധ്യാപിക കുട്ടികളെ പഠിപ്പിക്കുന്നു. ആരെ പഠിപ്പിക്കുന്നു? കുട്ടികളെ. ബച്ചോ കോ, ഇവിടെ കോ ചേർത്തു. അപ്പോൾ ഈ പഠിപ്പിക്കുക എന്ന ക്രിയയുടെ ഫലം കിട്ടുന്ന ആർക്കാ? കുട്ടികൾക്ക്. ആ ക്രിയയുടെ ഫലം ലഭിക്കുന്നത് ആർക്കാണോ അതാണ് കർമ്മം. അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് കോ. കുട്ടികളെ പഠിപ്പിക്കുന്നു. പാമ്പിനെ കൊന്നു. മലയാളത്തിൽ അതിനെ നേയെ കോ. രാമനെ, സീതയെ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദിയിൽ കോ. അടുത്തത് കരൺകാരൻ. करण का मतलब है उपकरण. जिन शब्दों से क्रिया के साधन का बोध होता है उसे കരൺകാരെ कहते. ക്രിയ എന്തുകൊണ്ടാണോ നടന്നത്, എന്ത് ഉപയോഗിച്ചാണ്, എന്ത് ഉപകരണമാണോ ക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്, ക്രിയ ചെയ്യാൻ ഉപയോഗിച്ചത്, അതാണ് കരൺകാരക്. കരൺ ഉപകരൺ. इसकी विभक्ति है से. हम कलम से लिखते हैं. നമ്മൾ പേന കൊണ്ട് എഴുതുന്നു. ലിഖ്തേഹേ എന്ന ക്രിയ എന്തുകൊണ്ടാണ് നടന്നത്? കലം സേ, പേന കൊണ്ട്. കിസാൻ ഹൽ സേ ഖേത് ജോത്തേഹേ. കൃഷിക്കാരൻ കലപ്പ കൊണ്ട് നിലമുഴുകുന്നു. അപ്പം എന്തുകൊണ്ട്? ഹൽ സേ, കലപ്പ കൊണ്ട്. ആ സേയുടെ അർത്ഥമാണ് കൊണ്ട്. അപ്പം സേ കരൺകാരൻ. ഹം ആങ്കോം സേ ദേത്തേ ഹേ. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ദേഖന എന്ന ക്രിയയ്ക്ക് ഉപകരണമായത് നമ്മുടെ കണ്ണാണ്. അപ്പോൾ സേ എന്ന് പറഞ്ഞാൽ വിത്ത്. ഇംഗ്ലീഷിൽ വിത്ത്, മലയാളത്തിൽ കൊണ്ട്. അതാണ് കരൺകാരൻ. അകലാഹെ സമ്പ്രദാൻകാരൻ. സമ്പ്രദാൻകാരയ്ക്ക് ദോ വിഭക്തി ഹേ. രണ്ട് വിഭക്തികളുണ്ട്. കോ और के लिए. जिसे कुछ दिया जाए और जिसके लिए कुछ किया जाए उसके लिए प्रयुक्त करने वाले कारक है സമ്പ്രദാൻകാരക്. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയോ എന്തെങ്കിലും ചെയ്തുവോ ഇതിനെ സൂചിപ്പിക്കുന്നതാണ് സമ്പ്രദാൻകാരക്. രാമനെ അഹല്യാക്കോ മോക്ഷ ദിയ. രാമൻ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു. അനെ ബച്ചേക്കോ 5 രൂപയെ ദിയെ. അമ്മ കുട്ടിക്ക് 5 രൂപ കൊടുത്തു. പിതാജി ബച്ചോങ്കിലെ മിഠായി ലാത്തേഹേ. ആർക്കും എന്തെങ്കിലും കൊടുക്കുകയോ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ എന്നത് സൂചിപ്പിക്കുന്നതാണ് സമ്പ്രദാൻകാരക്. കോ അവർ കേലിയെ. കോ എന്നാൽ ടു എന്നർത്ഥം, കേലിയെ എന്നാൽ ഫോർ എന്നർത്ഥം. അകലാകെ അപാദാൻകാരക്. संज्ञा के जिस रूप से किसी वस्तु का अलग होना जाना जाए उसे अपादान कार्य कहते हैं. ഇത് ഏതെങ്കിലും ഒരു വസ്തു എവിടെ നിന്നെങ്കിലും അലഗ് ഹോന, സെപ്പറേറ്റ് ആകുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാരകമാണ് അപാദാൻ കാരക്. മേനെ അപ്പനെ മുഖസെ ചസ്മ ഉദാര. ഞാൻ എൻ്റെ മുഖത്ത് നിന്ന് കണ്ണട ഊരിയെടുത്തു. അത് കഹാംസേ, മുഖത്ത് നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആയി. നദിയാം പർവ്വത സെ നികൽത്തി ഹെ. നദികൾ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ ആ പർവ്വതത്തിൽ നിന്ന് വേറിട്ട് പോന്നു. സബേരെ സബി കാം കെ ലിയെ ഘർ സെ നികൽത്തേ ഹെ. എല്ലാവരും രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. ഗാഡി അബി അബി സ്റ്റേഷൻ സെ നികലി ഹെ. വണ്ടി ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം സേ നിന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കരൺ കാരക് സേയാണ്, അപാദാൻ കാരകം സേയാണ്. പക്ഷെ രണ്ടിനൊരു വ്യത്യാസമുണ്ട്. ആ കരൺ കാരകം എന്ന് വെച്ചാൽ ആ ക്രിയ നടക്കാൻ കാരണമായ വസ്തുവിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ക്രിയ നടന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു വസ്തു വേറിട്ട് പോരുന്നതാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് അപാദാൻ കാരക്. കരൺ കാരകിൻ്റെ അർത്ഥം സേ വിത്ത്. അപാദാൻ കാരകിൻ്റെ അർത്ഥം സേ ഫ്രം. പേഡ് സേ ഫൽ ഗിര. മരത്തിൽ നിന്ന് പഴം വീണു. സേ ഫ്രം ദ ട്രീ. है संबंध कारक. संबंध कारक की विभक्ति है का, के, की.
संज्ञा के जिस रूप से एक वस्तु का दूसरे वस्तु से संबंध प्रकट करता है उसे संबंध कार्य कहते हैं. സംഖ്യ സർവനാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ പരസ്പരം ബന്ധം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് സംബന്ധകാരക. അതിൻ്റെ വിഭക്തിയാണ് ക, കെ, കി. ഇംഗ്ലീഷിൽ അതിന് ഓഫ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. മലയാളത്തിലാണെങ്കിൽ എൻ്റെ, ഉടെ, രാമൻ്റെ, സീതയുടെ. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ആ വാക്ക് സംഖ്യ കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കാരകത്തോടു കൂടിയാണ് സംഖ്യ ചേർക്കുന്നത്. ഉദാഹരണം, ദശരഥ് കാ പഹല പുത്ര ഹേ രാം. ദശരഥൻ്റെ ഒന്നാമത്തെ പുത്രനാണ് രാമൻ. കാ പുത്ര, പുത്രന് മുമ്പാണ് കാ ചേർത്തത്. ദശരഥ് കെ ചാർ പുത്ര ഹോത്തെ ഹേ. കെ ചാർ പുത്ര. ഇതുകൊണ്ട് ആ ചാർ പുത്ര എന്ന് പറഞ്ഞ ബഹുവചനമാണ്. അതുകൊണ്ട് കെ ചേർത്തു. ജനക് കി പുത്രി ഹേ സീത. ജനകൻ്റെ പുത്രിയാണ് സീത. അപ്പം കി പുത്രി, പുത്രിക്ക് മുന്നെയാണ് കി ചേർത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, സംബന്ധകാരകം ചേർക്കുന്നത് കാരകം കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യയുടെ ലിംഗവചനം ഉപയോഗിച്ചിട്ടാണ്. കാ ചേർക്കുന്ന പുല്ലിംഗം ഏകവചനത്തിന് മുമ്പും കെ ചേർക്കുന്ന പുല്ലിംഗ ബഹുവചനത്തിന് മുമ്പും കി ചേർക്കുന്ന സ്ത്രീലിംഗം ഏകവചനത്തിനും ബഹുവചനത്തിനും മുന്നെയാണ് ചേർക്കുന്നത്. ഉസ്കാ ബേട്ട, ഉസ്കി ബേട്ടി, ഉസ്കെ ബേട്ടെ, ഉസ്കി ബേട്ടിയാം. സ്ത്രീലിംഗം ഏകവചനമായാലും ബഹുവചനമായാലും കീ ആണ് ചേർക്കുന്നത്. പുല്ലിംഗ ഏകവചനത്തിൽ കാ, പുല്ലിംഗം ബഹുവചനത്തിൽ കെ. എപ്പോഴും ആളുകൾക്ക് തെറ്റുപറ്റും ഈ കാ കേക്കി പ്രയോഗിക്കുമ്പോൾ. ആ കാ കേക്കി വരുന്ന എപ്പോഴും ഒന്നുകിൽ സംഖ്യയുടെ സർവനാമത്തിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പം ആദ്യത്തെ വാക്കിൻ്റെ അനുസരിച്ചാണോ ചേർക്കേണ്ടത്, രണ്ടാമത്തെ വാക്കിനനുസരിച്ചാണോ ചേർക്കേണ്ടത്, എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എപ്പോഴും ഓർക്കുക, കാ കേക്കി മാത്രം ചേർക്കുന്നത് ആ കാക്കയ്ക്ക് കഴിഞ്ഞു വരുന്ന പദത്തിൻ്റെ ലിംഗവചനം അനുസരിച്ചാണ്. അല്ലാതെ അധികരൺ कारक इस रूप से क्रिया के आधार का बोध होता है, उन्हें अधिकरण कारक कहते हैं. കലം മേ സ്യാഹി ഹേ. യിൽ മഷിയുണ്ട്. ഇപ്പം സാഹി എവിടെയാണുള്ളത്? കലം മേ. പേഡ് പർ പക്ഷി ബൈഠാ ഹേ. പക്ഷി എവിടെയാണ് ഇരിക്കുന്നത്? പേഡ് പർ. अधिकरण कारक की विभक्ति है मैं और पर. मैं का अर्थ होता है इन, पर का अर्थ होता है ऑन और अट. मेज पर, ऑन द टेबल. मेज में, इन द टेबल. प्रोर्क क्रिया के होने का आधार का बोध कराने वाला है अधिकरण कारक. उसकी विभक्ति है मैं और पर. संबोधन कारक संज्ञा के जिस रूप से किसी को पुकारना सूचित होता है उसे संबोधन कार्य कहते हैं. ആരെങ്കിലും വിളിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് സംബോധൻ കാരക്. ഹേ ഈശ്വർ ഹമാരി രക്ഷാ കരേ. നമ്മൾ ഈശ്വരനെ വിളിച്ച് പറയുകയാണ്, ഹേ ഈശ്വർ ഹമാരി രക്ഷാ കരേ, നമ്മളെ രക്ഷിക്കൂ. അരേ ബച്ചേ ഇധറാവോ, ഇവിടെ മോനെ ഇവിടെ വാ. ഇവിടെ അരേ ഹേ ആദി संबोधन कारक है. 8 प्रकार के कारक होते हैं: कर्ता कारक, कर्म कारक, करण कारक, संप्रदान कारक, अपादान कारक, संबंध कारक, अधिकरण कारक और संबोधन कारक. और നേക്കോ സെ കാക്കേക്ക് മെമ്പർ കേലിയെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരകങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഹിന്ദിയും മലയാളവും ഒരേപോലെയാണ്. മേശപ്പുറത്ത്, മേശപ്പർ. നിങ്ങൾ അവയുടെ പ്രയോഗവും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. निम्नलिखित वाक्यों में से कारक पहचानिए और उसके नाम लिखिए. राम ने रावण को मारा. स्वयं ने कर्ता कारक है, को कर्म कारक है. वृक्ष से फल गिरा. यहाँ वृक्ष से अपादान कारक है. मेज पर किताब रखी है. मेज पर अधिकरण कारक है. हम कलम से लिखते हैं. से करण कारक है. सजन अपने लिए कुछ भी नहीं करते. के लिए, अपने प्लस के लिए, अपने लिए. यहाँ संप्रदान कारक है. सीता राम की पत्नी है. सीता राम की पत्नी. पत्नी स्त्रीलिंगമാണ്, അതുകൊണ്ട് की पत्नी. की पत्नी की संबंध कारक है.
ഹേ ഭഗവാൻ ഹമാരി രക്ഷാ കരേ, ഹേ സംബോധൻ കാരക് ഹേ. അപ്പോൾ കാരകം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധന്യവാദം.